ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എയർ ഫ്രയർ വാങ്ങിയവർക്കും വാങ്ങാനിരിക്കുന്നവർക്കും വേണ്ടി ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഈ വീഡിയോയിൽ 4 ഡിഫറെൻറ്റ് ഡിഷസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ലാസ്റ്റിൽ സമോസ ഷീറ്റ് എങ്ങനെ മടക്കിയെടുക്കാമെന്നുള്ളത് ഡീറ്റെയിലായി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സമോസ ഷീറ്റ് മടക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ ലെങ്തി ആകാതിരിക്കാൻ സ്പീഡിൽ പോവുകയാണ്. പോക്കറ്റ് റെഡിയാക്കിയിട്ട് നമുക്കിഷ്ടമുള്ള സാധനം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഫില്ല് ചെയ്യാം. ഞാൻ ഉരുളൻകിഴങ്ങിൻ്റെ സബ്ജിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോൺ വെജ് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. സ്വല്പം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിയിരിക്കും മുകൾ ഭാഗം. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ തിരഞ്ഞെടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 170 ഡിഗ്രി സെൽഷ്യസിൽ 8 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 മിനിറ്റിന് ശേഷം ഓഫ് ചെയ്തിട്ട് എല്ലാം തിരിച്ചു വെച്ച് വീണ്ടും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബ്രഷ് ചെയ്ത ശേഷം സ്വല്പം കറുത്ത എള്ള തൂകി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സമോസ സൂപ്പറായി വന്നിട്ടുണ്ട്. പുറത്തെ കോട്ടിംഗ് നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കുന്നതാണ് ബെറ്റർ. പനീർ ക്യൂബ് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണല്ലോ യൂസ് ചെയ്യുക. ഇവിടെ 1 സ്പൂൺ ഓയിൽ, സ്വല്പം മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ക്യൂബിൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 200 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അധികം ഫ്രൈ ആകണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈം കുറച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്ത ശേഷം പനീർ പീസുകൾ മറിച്ചിട്ട് ഒന്നുകൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റിൽ പനീർ സൂപ്പറായി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. പോപ്കോൺ എങ്ങനെ പൊട്ടിച്ചെടുക്കാമെന്ന് നോക്കാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് സെറ്റ് ചെയ്തത്. 5 മിനിറ്റ് ആയപ്പോഴേക്കും പൊട്ടുന്ന സൗണ്ട് കേട്ട് തുറന്നു. ഹായ്. വീണ്ടും വെച്ചു. 10 മിനിറ്റ് ഫുൾ വെച്ചു. ബാസ്ക്കറ്റ് നിറയെ പോപ്കോൺ സ്വപ്നം കണ്ടുകൊണ്ട് തുറന്ന് ഞാൻ ഇതിനു മുൻപും കുറേ പ്രാവശ്യം പല വീഡിയോകൾ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ശരിയായിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എയർ ഫ്രയറിലെ 4 ഡിഷസിൻ്റെ വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. അതിൽ 3 എനിക്ക് സക്സസ് ആയിട്ട് വന്നു, ഒരെണ്ണം ഫെയിലറായി. പോപ്കോൺ എനിക്ക് ഒരിക്കലും ശരിയായിട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ആൾക്കാർക്ക് ഞാൻ ഈ സമോസയുടെ ഷീറ്റ് എങ്ങനെ മടക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാമെന്ന്. അതായത് സമോസയുടെ ഷീറ്റ് എങ്ങനെ മടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സമോസയുടെ ഷീറ്റ് ഇതുപോലെ എടുക്കുക. ഫസ്റ്റിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഇവിടെ ഈ കോർണർ വരത്തില്ലേ, ആ കോർണർ കറക്റ്റായിട്ട് പിടിക്കുക. ആദ്യം ട്രയാങ്കിൾ ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു മടക്കുക. തിരിച്ചു മടക്കുക, ഇങ്ങോട്ട് മടക്കുക. പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. പോക്കറ്റ് റെഡിയായി. അതിനകത്ത് സാധനങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ ഈ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, വെള്ളം ടച്ച് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുക ഈ ഇത്രയും പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മടക്കുക, ഇങ്ങനെ മടക്കുക, തിരിച്ചും മടക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ജയ് ഹിന്ദ്.